കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കഥയില് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എവിടെ പോയാലോ എന്ത് സാധനം കണ്ടാലോ അച്ഛനും അമ്മേനോട് വാശി പിടിച്ചിട്ട് അത് വാങ്ങിപ്പിച്ചിട്ടല്ലേ വീട്ടിലേക്ക് മടങ്ങും. വീട്ടിലെത്തിയ ഉടനെ നമ്മളത് മേശേമിലോ കസേരയിലോ നിലത്തോ എവിടെയെങ്കിലും ചാടും. എന്നിട്ട് നമ്മൾ പാട്ടിന് പോകും. കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കുമ്പോഴാണ്, അച്ഛനും അമ്മയും എനിക്ക് ഇങ്ങനെ ഒരു സാധനം വാങ്ങി തന്നിനല്ലോ, അതൊക്കെ എവിടെ? നമ്മളത് പരതുമ്പോഴാണ് അത് കിട്ടിയാൽ നശിച്ചു പോയ അവസ്ഥയിലായിരിക്കും. അങ്ങനെ എനിക്കും കുറേ അപകടങ്ങളും പറ്റിയിട്ടുണ്ട്. എനിക്ക് അച്ഛനൊരു ജീപ്പ് വേണമെന്നിട്ട് അത് അവിടെ തന്നെ ആയി. അപ്പം ഇതാണ് ഇന്നത്തെ കഥയുടെ പ്രത്യേകത. അപ്പം നമുക്ക് കഥ തുടങ്ങാം. കഥയുടെ പേരാണ് നശിപ്പിക്കാൻ എന്തെളുപ്പം. പണ്ട് ഗോപാലൻ എന്നൊരു കച്ചവടക്കാരന് രാമു എന്നൊരു മകനുണ്ടായിരുന്നു. ഗോപാലൻ മകന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുത്തിരുന്നു. പക്ഷെ അത് രാമുവിന് ഒരു ചീത്ത പയ്യനാക്കി തീർത്തു. അവൻ അച്ഛൻ സമ്പാദിച്ച പണമെല്ലാം ദൂർത്തടിക്കാൻ തുടങ്ങി. മകനെ, നീ പോയി പണിയെടുത്ത് സമ്പാദിച്ചു കൊണ്ടുവരണം, എന്നാലേ ഞാൻ എന്റെ സ്വത്തെല്ലാം നിനക്ക് തരികയുള്ളൂ. അച്ഛൻ തന്റെ ഉറച്ച തീരുമാനം മകനോട് പറഞ്ഞു. മകൻ പോയി കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് ദിവസവും 1 രൂപ വീതം അച്ഛന്റെ കൈവശം കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അച്ഛൻ അതുകൊണ്ട് ചെയ്തതെന്തെന്നോ? ആ നാണയമെല്ലാം അദ്ദേഹം കിണറ്റിലെറിഞ്ഞു. ഞാൻ വണ്ടി വെളിച്ചും ചാക്കു ചുവന്നും കൊണ്ടുവരുന്ന പണം അച്ഛൻ ഇങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ സമ്പാദിക്കുന്നത് എന്തിനാണ്? രാമു അച്ഛനോട് ചോദിച്ചു. മകനെ, നീ അധ്വാനിച്ച് പണമുണ്ടാക്കിയപ്പോൾ നിനക്ക് പണത്തിന്റെ വില മനസ്സിലായി. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം ദൂർത്തടിച്ചപ്പോൾ നിനക്ക് അത് മനസ്സിലായിരുന്നില്ല. അത് മനസ്സിലാക്കാനാണ് ഞാൻ നീ കൊണ്ടുവന്ന പണം കിണറ്റിലെറിഞ്ഞത്. നശിപ്പിക്കാൻ എളുപ്പമാണ്, ഉണ്ടാക്കാനാണ് മകനെ ബുദ്ധിമുട്ട്. മകൻ അച്ഛന്റെ ഉപദേശം ശരിവച്ചു. അച്ഛൻ തന്റെ സ്വത്തുക്കളും കച്ചവടവും അതോടെ മകന് സ്വന്തമായി നൽകി. അപ്പൊ എങ്ങനെയുണ്ട് കഥ? നശിപ്പിക്കാനാണ് എളുപ്പം, പക്ഷെ ഉണ്ടാക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമുക്ക് മറ്റൊരു കഥയെ പയ്യെ കാണാം. ബൈ.